ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. ബോയ്സിന് അധികം ഇഷ്ടമുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഫുട്ബോൾ തീം, പിന്നെ നമ്മൾ സ്പൈഡർമാൻ അങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ കൂടുതലും ബോയ്സിന് വരെ. അതന്നെ സെയിം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മുടെ തന്നെ ഫോട്ടോസ് അവർ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ട് ഇത് തന്നെ മതി എന്ന് പറയും. പല കസ്റ്റമേഴ്സിനും ചെറിയ മാറ്റങ്ങൾ അവരറിയാത്ത രീതിയിൽ ചെയ്യും. കാരണം നമുക്ക് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഒരു ചേഞ്ചസ് ഒക്കെ വേണ്ടേ, ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തേ അല്ലേ. അപ്പോൾ ആ ഒരു ഗ്രാസ് വരച്ചതിൽ കുറച്ചൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവർ അയച്ചു തന്ന പിക്കിൽ നിന്ന് ചെറുതായിട്ടൊരു മാറ്റം വേറൊരു ഡിസൈൻ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണേ. അപ്പോൾ വൈറ്റ് ക്രീം ഒന്നും കളേഴ്സൊന്നും ചേർക്കാതെ വൈറ്റ് ക്രീമിലാണ് നമ്മൾ ഈ ഒരു ലൈൻസ് കൊടുത്തിട്ട് ഫുട്ബോളിൻ്റെ ആ ഒരു ഫോണ്ടൻ്റെ ഡെക്കറേഷൻസ് ലാസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ഒരു ലൈൻസും ഡിസൈൻസും കൊടുക്കുകയാണ്. ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബോൾ പോവുക, ആ ഒരു രീതിയിൽ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്രാസിൻ്റെ കളേഴ്സ് തന്നെയാണ് കേക്കിനും കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഫുള്ളായിട്ട് കേക്കിന് സെക്കൻഡ് ഐസിങ് ചെയ്തതിന് ശേഷം കളേഴ്സ് കൊടുത്തതാണ്. അല്ലാതെ കളറ് ഒരുപാട് മിക്സ് ചെയ്യുന്നുണ്ട്, ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ മുകളിൽ ഐസിങ് ചെയ്തതിന് ശേഷം കളേഴ്സ് കൊടുത്തിട്ട് ഒന്ന് സ്ക്രീപ്പ് ചെയ്തിട്ട് ലൈൻസ് രീതിയിൽ, അതായത് ഒരുപാട് ഡാർക്കും അല്ല ഒരുപാട് ലൈറ്റും അല്ലാത്ത രീതിയിലാണ് ഗ്രീൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനേക്കാൾ കുറച്ചൊരു ഡാർക്കാക്കിയിട്ട് ഗ്രാസ് കൊടുത്തു. പിന്നെ അതാ സൈഡിൽ ഞാൻ ഈ ഒരു രീതിയിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ അവർ അയച്ച ഫോട്ടോ അവർക്ക് അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഡിസൈൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ അരിച്ച് പുറക്കി കളയുന്നുണ്ട്. കാരണം ഞാൻ ഒരു ചേഞ്ചസ് വരുത്താലോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർക്ക് വേണ്ടത് സെയിം ഡിസൈൻ. എന്താ ചെയ്യുക, നമ്മൾ പല കസ്റ്റമേഴ്സും ഇങ്ങനെയാണല്ലേ, നമ്മുടെ തന്നെ കേക്കിൻ്റെ ഫോട്ടോ നമുക്ക് തന്നെ അയച്ചു തന്നിട്ട് സെയിം ഡിസൈൻ ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫുട്ബോൾ തീം തന്നെ ഇങ്ങനെയുള്ള ഡിസൈൻസ് ചെറിയ മാറ്റങ്ങൾ വെച്ചിട്ട് ഒരുപാട് കേക്ക് ചെയ്തു കേട്ടോ. ഒരുപാട് പറഞ്ഞാൽ എനിക്ക് തന്നെ ഓർമ്മയില്ലാത്ത രീതിയിൽ ഒരുപാട് കേക്ക്സ് ചെയ്തു. ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ അതിലിടാറുണ്ട് കേട്ടോ. ഈ ഒരു യൂട്യൂബിൽ ഇടുന്നതിനേക്കാളും ഇപ്പം കൂടുതലായിട്ട് ഞാൻ ഇൻസ്റ്റയിലാട്ടോ കൂടുതൽ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ വേണമെന്നുണ്ട് ആൾക്കാർ ഒന്ന് ഇൻസ്റ്റയെ ഫോളോ ചെയ്തിട്ട് അതിൽ വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ സെയിം പേര് തന്നെയാണ് നമ്മുടെ റുഷാസ് റെസിപ്പീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തേക്കണേ. പിന്നെ അതാ ഞാൻ വീണ്ടും ആ ഒരു ഫോണ്ടൻറ്റിനെ എടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിൽ ക്രീം ഉണ്ടായതൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കാൻ കോൺഫ്ലവറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊടുത്തിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ആ ഒരു ലൈൻസ്, ആ ഒരു നെറ്റിൻ്റെ ലൈൻസൊക്കെ സെറ്റാക്കി അതിനിപ്പുറത്തെ സൈഡിൽ ബിസ്ക്കറ്റ് കയ്യിൽ പെട്ടെന്നില്ലാതായപ്പോൾ റസ്ക് എടുത്ത് പൊടിച്ചിട്ടാട്ടോ ചെയ്തത്. ഒന്നിക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നമുക്ക് കേക്കിൻ്റെ ക്രംസോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അതിനേക്കാളും നല്ല എളുപ്പമുള്ളത് ബിസ്ക്കറ്റും ബ്രെഡിൻ്റെ ഒരു പൊടി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് റസ്ക് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. പിന്നെ സൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫുട്ബോളിൻ്റെ ആ ഒരു ഇത് ചെയ്തിട്ടത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫുള്ളായിട്ടും ഇൻസ്റ്റയിൽ ഷോർട്സിലും ആയിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ബ്ലാക്കും അതിന് ചുറ്റും 5 6 വൈറ്റും അങ്ങനെയും കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് പരന്നു പോവും. അതുകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഒന്നിക്ക് കൈയുടെ ഉള്ളം കൈ വെച്ചിട്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ നോർമലി പ്ലാസ്റ്റിക് ബോളിൻ്റെ അകത്ത് നമ്മൾ നോസിൽസിൻ്റെ ബാക്ക് വശം വെച്ചിട്ടാണ് ഈ ഒരു ബോൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആക്കുന്നില്ല. കാരണം നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇടുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചെയ്യാനും മറന്നേക്കല്ലേ.